കൊണ്ടുപോയി. അയ്യോ 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 പൊട്ടിപ്പോയേ. എന്താ മോനെ നീ പൊട്ടുന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ, ബിരിയാണി എവിടെ? സാറില്ലട മോനെ, നിന്റെ ഉമ്മച്ചിന്റെ ബിരിയാണി കഴിക്കാൻ ഞാൻ വരുന്നുണ്ട് കേട്ടോ. ജപ്പാൻ എങ്ങനെ തോറ്റ് വൻ കളിക്കാരിന്നല്ല. അതൊക്കെ അത്രേ ഉള്ളൂ പറഞ്ഞ അത്രേ ഉള്ളൂ. ബാ നമുക്ക് കിടന്നുറങ്ങാം മതി. അത് നല്ലൊരു തീരുമാനാണ്. ഞാൻ ഇവിടെ കിടന്നോളാം, നിങ്ങൾ നിലത്ത് കിടന്നോളെ. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഇനിയിപ്പോ കൊറേ നിർബന്ധിപ്പിക്കേണ്ടി വരും. ഇജ്ജ് കട്ടുമ്പോ കിടന്നോന്ന്. ഇപ്പൊ ഏതായാലും ഞാൻ കയറി കിടന്ന്, ഇനിയിപ്പോ നിങ്ങൾ നിർബന്ധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നിങ്ങൾ നിലത്ത് കിടന്നോളി. തൽക്കാലം വേണം നിങ്ങൾ എടുത്തോളി, ഞാൻ ഈ പൈല് കിടന്നോളാം. അയ്യടാ മോനെ, ആരാ നിന്നെ കട്ടുമ്പോ കിടത്താൻ ഉദ്ദേശിച്ചേ? കിടക്കാണെങ്കിൽ രണ്ടുപേർക്കും ഒരുമിച്ച് കിടക്കാം. ഒരുമിച്ചാ? ഈ കുഞ്ഞോര് കട്ടിൽമേ രണ്ടാൾക്ക് കിടക്കാൻ ഓടെ സ്ഥലം. എന്റെ പേരലൊക്കെ വലിയ കിടക്കാണ് അറിയോ? ചേടാ ഒരു ഉപകാരം ചെയ്യാൻ വിചാരിച്ചപ്പോ ഇവൻ തലേ കയറിയ നിരങ്ങാണല്ല. മര്യാദക്ക് നീങ്ങി കിടന്നോ. ഈ ചങ്ങായിനെ കൊണ്ട് നടുക്കിടുന്നോ? ഞാൻ നീങ്ങി കിടന്നിങ്ങനെ, നിങ്ങൾക്ക് സ്ഥലയാ പറയണ്ട. എടാ എന്താണ്? എടാ നീ തലക്ക് കിടക്കോ, ഞാനങ്ങ് കൊഴിഞ്ഞാടുന്നൊരു പേടി. അവിടെ വേണമെങ്കിൽ കിടന്നോളി, ഞാൻ നീങ്ങി തരുമൊന്നുമില്ല. ശരി എന്നാ, ഗുഡ് നൈറ്റ്. ഓക്കെ ഓക്കെ. നിനക്ക് ഞാൻ ഈ പുല്ലൊന്നും കൊണ്ടുവന്നിട്ട് തിന്നാൻ വയ്യ. ആരും കാണാതെ രാവിലെ തന്നെ മനുഷ്യൻ എണീറ്റ് വന്നത് ഇതിനു വേണ്ടിയായിരുന്ന? ഇല്ല. അതെന്താ നിനക്ക് തിന്നാലെന്താ എനിക്ക് മനസ്സിലാവാത്തത്? ഞാൻ എന്റെ യജമാനന്റെ ഒപ്പം പോവും. നിനക്ക് ഇപ്പോഴും തോന്നുന്നുണ്ടോ നിന്റെ യജമാനൻ നിന്നെ തപ്പി വരുന്നേ? അവൻ അവന്റെ നാട്ടിൽ പോയി. നിന്റെ ഒന്നും കൂട്ടാതെ അവൻ എങ്ങോട്ടോ പോയി. എന്തായാലും എന്റെ യജമാനൻ എന്നെ കൊണ്ടുപോകാൻ വന്നിരിക്കും, എനിക്ക് ഉറപ്പാണ്. ഇവളുടെ ഒരു യജമാനൻ. ഇനി മുതൽ ഞാനാണ് നിന്റെ യജമാനത്തി. അയ്യേ നോക്കിക്കോ, നിന്നെ ആരും കണ്ടുപിടിക്കാൻ പോകുന്നില്ല. എന്താ ഇപ്പോ? വാ അടച്ചു വെച്ചോ. തള്ളച്ചിയോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, മിണ്ടാതിരിക്കുന്ന നല്ലത്. നിന്നെ ഞാൻ ഇവിടെ കെട്ടിയിടാൻ പോവാ, ഇനി എങ്ങോട്ട് നീ പോവില്ല. ഞാനൊരു സംഭവം തന്നെ, ഈ പ്രായത്തിലും എനിക്ക് എന്താ ഉഷിര്. എന്തായാലും ആ ആട് ഇതിനപ്പുറത്തുണ്ടെന്ന് ഇനി ആരും അറിയാൻ പോകുന്നില്ല. അവന്റെ ശബ്ദം പോലും കേൾക്കുന്നില്ല. അയ്യോ, ഇത് ഇന്നലെ ഞാൻ ആ മിനിക്ക് അലക്കാൻ കൊടുത്ത ഡ്രസ്സല്ലേ? അവൾ അലക്കാൻ വന്നിട്ട് ഇതൊന്നും അലക്കാതെ എവിടെ പോയി? അവൾ എന്നെ വിളിക്കാൻ വന്നതും ഇല്ലല്ലോ. ഞാനാണെങ്കിൽ അക്കാര്യം മറന്ന് ഉറങ്ങിപ്പോയി. എന്റെ ദൈവമേ, ആ കൊച്ചിനെ ആരെങ്കിലും കൊണ്ടുപോയോ? അവൾ എന്നെ വിളിക്കാനും വന്നില്ലല്ലോ. അയ്യോ, ഞാനാണെങ്കിൽ രാവിലെ നേരത്തെ നേരെ ആടിൻ്റെ അടുത്ത് പോയതാ. അവളുടെ കാര്യം ഒന്നും നോക്കിയതേ ഇല്ല. അല്ല, അവൾ അപ്പം എവിടെ പോയി? അവൾ അലക്കിയിട്ടുമില്ലല്ലോ. അലക്കുന്ന തുണി ഇവിടെ വരെ കൊണ്ടുവച്ചിട്ടുണ്ട്. അവൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. അവൾ എവിടെ പോയിന്നാവോ? എന്റെ ദൈവമേ, ഞാൻ ആ കൊച്ചിനെ ഇനി എവിടെ പോയി തപ്പും? നാട്ടുകാരോടൊക്കെ ഞാൻ എന്ത് പറയും? ഇതങ്ങാനും ആദിമോനോട് പറഞ്ഞ എന്റെ കാര്യം തീർന്നു. ഞാൻ അവളെ രാത്രി ഒറ്റയ്ക്ക് പുറത്തു വിട്ടെന്നറിഞ്ഞ ആദിമോൻ എന്നെ വെറുതെ വിടില്ല. അവന്റെ വായന്ന് മുഴുവൻ ഞാൻ കേൾക്കേണ്ടി വരും. ഇനിയിപ്പോ അവനോട് പറയാതെ എന്ത് ചെയ്യ ദൈവമേ. പറഞ്ഞതുപോലെ അടുക്കള വൃത്തിയാക്കി വെച്ചിരിക്കുന്നു. ഓ, അപ്പൊ ഇത് കഴിഞ്ഞ് അവൾ അലക്കാൻ പോയപ്പോഴായിരിക്കും അവളെ ആരെങ്കിലും പിടിച്ചോണ്ട് കൊണ്ടുപോയത്. എന്റെ ദൈവമേ, നാട്ടുകാരോട് ഞാൻ എന്ത് പറയും? ഇവന്റെ ആടിനെ തപ്പി എങ്ങോട്ടാ നമ്മൾ പോകേണ്ടത്? എനിക്ക് ഒരാളെ സംശയമുണ്ട് ഇവന്റെ ആടിനെ പറ്റി. ആ സംശയം കൂടി തീർത്തിട്ട് ഇവനെ നാട്ടിലോട്ട് വിട്ടാ മതി. അതാണോ ചേട്ടാ ചേട്ടന് സംശയമുള്ള ആളെ? എനിക്ക് എന്റെ അമ്മയെ നല്ല സംശയമുണ്ട്. നല്ല കള്ളത്തരം കാണിക്കുന്നുണ്ട് അമ്മ. നിങ്ങളോടല്ലേ പറഞ്ഞത് എന്റെ ആടിന് സംസാരിക്കാൻ പറ്റുന്നേ? എടാ നിനക്കെന്താടാ, ആടിനെ കിട്ടാതെ വട്ടായോ? ആട് സംസാരിക്കേ. അതുകൊണ്ടല്ലേ എനിക്ക് ഇത്ര ബേജാറ്. അല്ലെങ്കിൽ അവനൊക്കെ പോയ പോലെ ഇങ്ങ് തിരിച്ചു വരും. ഇവ സംസാരിക്കുന്ന ആരെയും കണ്ടുകഴിഞ്ഞാൽ അവനെ പിടിച്ചു വെക്കുന്ന ഉറപ്പാ. എടാ, നീ ഇത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോകണ്ട, കുതിരവട്ടത്തേക്ക് പോയിക്കോ. അവിടെ നല്ല ചികിത്സയുണ്ട്. അതെന്തെങ്കിലും ആവട്ടെ,
ഇനി എന്റെ കയ്യിൽ ഒരു പ്ലാൻ ഉണ്ട്. എന്തോന്ന് പ്ലാന്? നിങ്ങൾക്ക് സംശയം നിങ്ങളുടെ സ്വന്തം അമ്മയല്ലേ? അങ്ങ് ചെന്ന് ചോദിക്കേ, ആടുണ്ടോ കയ്യിലെന്ന്. മണ്ട ഡയറക്റ്റ് ചെന്ന് ചോദിച്ചാ അമ്മ ഒന്നും പറയാൻ പോകുന്നില്ല. അമ്മേന്റെ കയ്യിൽ നിന്റെ ആടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട് എന്റെ അടുത്ത് ഒരു കിടിലൻ പ്ലാൻ ഉണ്ട്. പ്ലാൻ കേൾക്കണോ നിങ്ങൾക്ക്? എന്റെ അങ്കിളെ എന്താന്ന് വെച്ചാ പറഞ്ഞോണ്ട് അങ്ങോട്ട്. അതന്നെ ചന്ദനമായ സീരിയലിന്റെ മാതിരി ഇങ്ങനെ ത്രില്ലിട്ട് വെക്കല്ല. ചന്ദനമായ സീരിയലാ? അതേതാ സീരിയല്? ഓ, ரொம்ப ചെറിയ കുട്ടി. ചന്ദനമായ സീരിയൽ ഒന്നും കണ്ടിട്ടില്ലേ? മിനിമോളൊക്കെ ജനിച്ച ടൈമിലാന്ന് തോന്നുന്നു. എനിക്ക് ശരിക്കും ഓർമ്മയില്ല. എന്തായാലും ഞങ്ങളൊക്കെ അത് നന്നായിട്ട് കണ്ടിട്ടുണ്ട്. ഞാനൊക്കെ ചന്ദ്രമയിൽ അമൃതകാരയുമ്പോ ഒപ്പം ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. അറിയോ, അമ്മയുടെ കൂടെ ഇരുന്ന് കാണുമ്പോഴാ. ഇപ്പൊ അത് കാണുമ്പോ ചിരി വരും. ആണോ? എന്നെ എനിക്ക് കൂടെ കാണിച്ചു തരുമോ ആ സീരിയല്? അറിയാൻ വയ്ക്കാത്തോട് ചോദിക്കാം. ഇവിടെ ചന്ദനമായ സീരിയലിനെ പറ്റിയാണോ എന്നെ കാണാതെ പോയ ആടിനെ പറ്റിയാണോ ചർച്ച? സോറി, ഒന്ന് വിഷയത്തിൽ നിന്ന് മാറി. ഞാൻ എന്റെ പ്ലാൻ പറയാം. Our plan has started.